എന്തത്? ആ ഭ്രാന്തി പെണ്ണ് അങ്ങനെയാ ഇട്ടു കൊടുത്താലും വീണ്ടും ഊരും എന്ന് കരുതി വിട്ടുകളയാൻ പറ്റുമോ ചേച്ചി? എല്ലാവരും എങ്ങനെ നോക്കുന്നതെന്ന് കണ്ടില്ലേ? കാണിക്കടാ, നന്നായിട്ട് സൂം ചെയ്യടാ, നന്നായിട്ട് സൂം ചെയ്. നീ എന്താ കാണിക്കണേ? വീണ്ടും എന്താ ഊരിയ? നിക്കാനല്ലേ പറഞ്ഞേ? നിക്കാനല്ലേ പറഞ്ഞേ? ആദ്യം ബട്ടൺ ഇട്. ആദ്യ ബട്ടൺ ഇട്. പറയുന്ന കേക്കില്ല. പറയുന്ന കേക്കില്ല. നിന്നെ ഉണ്ടല്ലോ. എന്താടാ കാക്കേ വീഡിയോ എടുക്കാ? ബ്രോ ഇപ്പഴാ അപ്ലോഡ് ചെയ്യാൻ പോന്നെ. വൈറൽ വീഡിയോ കണ്ടോ? ആണോ? ഒന്ന് നോക്കട്ടെ. അല്ലടാ കാക്ക, ഇതിൽ ഞാൻ എവിടെ പോയി? നിന്നെ എന്നെ ഇട്ടാ ആരാ ബ്രോ കാണാ? ഓ അങ്ങനെയാണല്ലേ. ശരി കാണാം, ഇങ്ങോട്ട് താ. നിനക്കൊക്കെ ഇൻവിറ്റേഷൻ തരണോടാ. അഴിക്കടാ, അഴിക്കാൻ ചേട്ടാ, അഴിക്കാം. എടാ രാജു 50K വ്യൂസറാ. എടാ 50K വ്യൂസ് ആയല്ലോ. നിങ്ങളെ തുണിയില്ലെങ്കിൽ ആൾക്കാർ കാണും. എന്നൊരു കാര്യം ചെയ്യാം, പാന്റ് ഒഴിക്കാം. അങ്ങനെ 100K വ്യൂസ് കിട്ടും. ഓ പേടി വേണം, മേലെ ഇനി കണ്ടാണ്ടല്ലോ. ബാലരാജ്, ഞാൻ നിന്നിൽ വീണിരിക്കുന്നു. ഇതിനു മുൻപും ഒരുപാട് തവണ ഞാൻ ബാലരാജിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴും എനിക്ക് കിട്ടാത്തൊരു ഫീലിംഗ് അന്ന് കിട്ടിയിരുന്നു. അപ്പോഴാ എനിക്ക് മനസ്സിലായി, ഇത് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, അതിനപ്പുറം എന്തോ ഒന്നുണ്ടെന്ന്. അതങ്ങ് അടച്ചു വെക്കടാ. ഏത് സമയം ഏതാടാ പുതിയ കുട്ടി? എടാ അത് പുതിയ പെണ്ണും പഴയ പെണ്ണും ഒന്നും അല്ല, അത് നമ്മളെ സ്ത്രീയാ. നമ്മുടെ സ്ത്രീയോ? ഇന്നലെ വരെ മിൽമാപ്പാല് പോലെ ഇരുന്നവള് ഇന്ന് നോക്കുമ്പോ അമലാപ്പോളിനെ പോലെ വന്നിരിക്കുന്നു.
ഏയ് നോക്ക്. എന്ത്? എന്താടി ശ്രീ നന്നായി ഒരുങ്ങിയിട്ടുണ്ടല്ലോ. എന്നാലും ബാലരാജിനോട് എന്റെ പ്രണയം അങ്ങനെ വെറുതെ പറയാൻ പറ്റില്ല. അതിന് ഒരുപാട് പ്രിപ്പറേഷൻ വേണം. നല്ല സാരി ഉടുക്കണം, സെന്റ് അടിക്കണം, മുഖത്ത് നന്നായി മേക്കപ്പ് ഇടണം. അപ്പൊ എന്നെ കണ്ടിട്ട് അവൻ നോക്കി നിൽക്കും. അവൾ ഇന്നെങ്ങാനും തുറന്നു പറയോ? ബാലരാജു, ഒരു മിനിറ്റ്. എന്താ ശ്രീ, സാരിയില് സുന്ദരിയാണല്ലോ, എന്താ കാര്യം? അത് ബാലരാജു, എന്താ കാര്യം? ബാലരാജു ഒരു ആ മിനിറ്റ്. ശരി. എന്തുവാടി നല്ലോണം ഒരുങ്ങി വന്നിരിക്കുകയാണല്ലോ, ബർത്ത്ഡേ ആണോ? ഏയ്, ബാലരാജിന്റെ മനസ്സിൽ പ്രണയം പൂക്കുന്ന ദിവസ. അതൊക്കെ പോട്ടെ, ഞാൻ ഇന്നലെ ലവ് ലെറ്റർ എഴുതാൻ പറഞ്ഞില്ലേ, എഴുതിയോ? ആ, ഇല്ലടി. അത് മാത്രമല്ല ഇന്ന് നല്ലൊരു ദിവസമല്ല. നല്ല ദിവസം നോക്കി പറഞ്ഞൂടായിരുന്നോ? ഇല്ലടി, ഞാൻ ഇന്നലെ പൂജാരിയോട് ചോദിച്ചു, നല്ല ദിവസാന്നാ പറഞ്ഞേ. എന്നാൽ അക്കാര്യം എങ്ങനെയാ അവനോട് പറയാന്ന് എനിക്ക് അറിയില്ലടി. എന്നെ ഒന്ന് സഹായിക്കോ? ഞങ്ങളുടെ കല്യാണത്തിന് നല്ലൊരു സാരി വാങ്ങിത്തരാം. വാ. ആ, എന്താ കാര്യം? അത് മഹാ, ഒരു ധൈര്യത്തിന് വേണ്ടിയാ വരാൻ പറഞ്ഞേ. എന്നാൽ നീ ഇവിടെ നിൽക്കുമ്പോ ഞാൻ വല്ലാതെ നെർവസ് ആകുന്നു. ഒന്ന് പോകാമോ? അവള് പറയുന്ന കേട്ടില്ലേ, അങ്ങോട്ട് മാറി നിക്കേ. പോ പോ. ഇനി പറഞ്ഞു. ഐ ആ ഐ ഐ ഐ ആ പറ. ഐ ലവ് യു ബാൽരാജ്. എടാ, മഹാലക്ഷ്മി ഐ ലവ് യു പറഞ്ഞ് തമാശ കാണിക്കാ. ശരിക്ക് അതെ അതെ അതെ. നിനക്കത് തമാശയായിട്ടേ തോന്നേ? എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. 10 ദിവസമായിട്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുക ഞാൻ. വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്നില്ല, ഉറക്കം വന്നാലും ഉറങ്ങാൻ പറ്റുന്നില്ല. ഇത്രയും നാൾ ഞാൻ കണ്ണടിക്ക് മുമ്പ് 10 മിനിറ്റ് മാത്രമേ നിൽക്കാറുള്ളൂ. ഇപ്പൊ നീ കാണണെന്ന് പറഞ്ഞ് മണിക്കൂറോളം ഒരുങ്ങി കിട്ടി വരുമ്പോ അതൊന്നും മനസ്സിലാക്കാണ്ട് എപ്പോഴും അവന്മാരുടെ കൂടെ കറങ്ങുക. എങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് നിന്നെയാ കാണുന്നത്. എന്താലോചിച്ചാലും എത്ര ആലോചിച്ചാലും അതിലൊക്കെ നീ ഉണ്ടാവും. അതിന്റെ ഇടയ്ക്കാ ഇവിടെ കെട്ടിയെടുത്ത. സോറി ശ്രീ. അവള് ഗേറ്റിന്റെ അടുത്ത് നിന്റെ അടുത്തേക്ക് വരുമ്പോ 72 ഇടിക്കേണ്ട ഹൃദയം 172 ഇടിക്കുന്നത്. അതെങ്ങാനും നിന്ന് പോകുന്നുള്ള പേടി കൊണ്ട് എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ അങ്ങ് തുറന്നു പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? എന്താ ഇപ്പോഴും നിനക്കിതൊരു തമാശയായിട്ടാ തോന്നേ? അത് പിന്നെ അല്ല, ഞാൻ ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരും?